നമസ്കാരം മാസ്റ്റർ. ഇതെന്തുവാ ഇത് ഡ്രമ്മിലൊക്കെ തെങ്ങ് ഇട്ട് വെച്ചേക്കുന്നേ? ഇതൊരു തെങ്ങ് ഞാനിങ്ങനെ എൻ്റെ ഒരു ഐഡിയ തോന്നി വെച്ചതാണ്. 2 തെങ്ങ് തൈ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് താഴെ വെച്ച് നോക്കി, ഒന്ന് ഡ്രമ്മിനകത്ത് വെക്കാമെന്ന് നോക്കി. അങ്ങനെ വെച്ച് ഇപ്പോൾ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷം കഴിഞ്ഞപ്പം ഞാൻ കണ്ടത് താഴെ വെച്ച തെങ്ങിനേക്കായാലും ഈ ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുന്ന തെങ്ങിന് വളർച്ച കൂടുതലാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, താഴെ വെച്ച തെങ്ങിന് വളം മറ്റുള്ള മരങ്ങളൂടെ എടുക്കും, എന്നാൽ അതെടുക്കുന്നില്ല, ഇതിന് മാത്രം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വളർച്ച കൂടിയത്. ഇത് സക്സസ് ആവുമോ ഇങ്ങനെ ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ? ഞാനതൊന്നും പരീക്ഷിക്കുക, നമുക്കെല്ലാം പരീക്ഷണങ്ങൾ ചെയ്യുമ്പോഴല്ലയോ അതിൻ്റെ ഇത് വരുന്നത്. ഓരോന്നും പരീക്ഷിക്കുകയല്ലേ. കുരുമുളകിൻ്റെ തന്നെ ഞാൻ മേളിൽ പരീക്ഷിച്ചതല്ലേ, അത് നന്നായിരുന്നു. അപ്പൊ അങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ നട്ടിട്ട് എത്ര വർഷമായി? ഇതിപ്പം 1 വർഷം കഴിഞ്ഞതാണ്, 3 മാസമായി. ഇത് എത്ര വർഷമാണ് ഇതിന്റെ? 3 വർഷം കഴിയുമ്പോൾ കായ്ക്കൊന്നും അവര് പറഞ്ഞേക്കുന്നത്. ഇത് എന്തുവാ, ഗംഗാമോണ്ടോ അങ്ങനെ ഒരു ഇതാ പറഞ്ഞേക്കുന്നത്. തറ നട്ടിരിക്കുന്നതും അതാ. രണ്ടിന്റെയും 2 വെറൈറ്റിയാ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളറ് ഈ ചുമന്ന് കാണുന്നു, മറ്റേത് പച്ച ഇതാണ്. 3 വർഷം കഴിയുമ്പോഴത്തേന് ഇത് കായ്ക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ തടി ഇങ്ങനെ മേളിൽ കയറും. തടി കയറണം അന്നേരം. തടി കയറിയെങ്കിലല്ല 3 വർഷത്തിൽ കായ്ക്കത്തുള്ളൂ. അത്രയും വരണമല്ലേ. ഇതിപ്പോ ഡ്രമ്മിനകത്ത് കാറ്റ് പിടിച്ചാണ് ചരിവ് വന്നത്. ഇത് ഈ മാവിന്റെ അടിയിൽ ഇരുന്നതാ. മാവിന്റെ അടിയിൽ ഇരുന്നത് കൊണ്ട് ആ സൂര്യപ്രകാശം കിട്ടുന്ന ആ ഭാഗത്തോട്ടുള്ള ആ ചരിവാണ് വന്നിരിക്കുന്നത്. ഈ മാവിന്റെ അടിയിൽ ഇരുന്നുകൊണ്ട് അതെ, കാറ്റ് പിടിക്കത്തില്ല. പിന്നെ ഇത് ഞങ്ങളിപ്പോൾ അവിടുന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞപ്പോൾ, അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ ചെറിയ ഉരച്ചിലുണ്ടാവുമല്ലേ, സാധാരണ അല്ലയോ. അതും ഇത്രയും വെയിറ്റ് ഉള്ളത് അല്ലേ. ആ വെയിറ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ അതിന് ഒരു ചെറിയ ഇത് വരും. ഇതിന്റെ കൂടെ നട്ടതാണോ? അതെ, കൂടെ നട്ടതാണ്. അത് രണ്ടും ഒരു ദിവസം നട്ടതാണ്. ഒരു ദിവസം ആണെങ്കിലും രണ്ടിന്റെ വളർച്ചയിൽ വ്യത്യാസമുണ്ട്. അതാ വളർച്ച ഞാൻ പറഞ്ഞല്ലോ. വളർച്ചയിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനിടുന്നതായ വളവും അതിനിടുന്ന വളവും എല്ലാം ഒരേപോലെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അതുപോലെ വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ ഇതിന് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള മരങ്ങളിൽ ആ മരങ്ങളുടേതായ വേരുകൾ വന്ന് ഇതിനുള്ളതായ വളം പിടിച്ചെടുത്തുള്ളൂ. അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ മരങ്ങൾക്കും അങ്ങനെയാണ്. അതുകൊണ്ടാണ് വെയിലുള്ളിടത്ത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തും മറ്റു മരക്കാലില്ലാത്തിടത്തും തെങ്ങുകളും ഒക്കെ നടണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശവും അതാ. ഇപ്പൊ ഒരു പക്ഷേ ഈ ഡ്രമ്മിൽ നട്ടിരിക്കുന്ന ഇത് വലുതായി കഴിയുമ്പോഴത്തേന് കാറ്റ് പിടിച്ച് എന്തെങ്കിലും ഒരു വിഷയം അങ്ങനെ നമുക്കെടുത്ത് മാറ്റാൻ പറ്റുമോ? മാറ്റാമല്ലേ, അത് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. ഒരു JCB ഒക്കെ വിളിച്ച് കൊണ്ടുവന്ന് ഒരു വലിയ കുഴി എടുത്തിട്ട് അത് അടിയിൽ അതിലിട്ട് ഇറക്കി വെച്ച് അടിയും കട്ടിയിട്ടാൽ നല്ലതായിക്കോളും. അങ്ങനെ വരുവാണെങ്കിൽ. പിന്നെ തുടർന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഡ്രമ്മില്? ഇത് ഞാൻ വെച്ചേക്കുന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട്. ഈ ഗംഗാബോണ്ടം ചെയ്യുന്നവരുടെ ഒരു ഇതുണ്ടല്ലേ, അവർക്ക് ഇത് ഒരു 3 വർഷം അല്ലെങ്കിൽ 3.5 വർഷം കൊണ്ട് കായ്ക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിന്റെ അടിയിലൊരു ഇത് വയ്ക്കണം. അതായത് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിന് 4 വീലും വെച്ച് വീലും വെച്ച് ഇത് മൊബൈൽ കൊണ്ടുപോകത്തക്ക രീതിയിൽ വല്ല എക്സിബിഷനും അതും ഇതൊക്കെ കൊണ്ടുപോകാമെന്നുള്ളതായ ഒരു ഉദ്ദേശമുണ്ട്. അതാണ് ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെതായ ഉദ്ദേശം. ഓക്കെ, നമ്മുടെ കൃഷി ഓഫീസർ വന്നിട്ടുണ്ട്. കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങിച്ച തെങ്ങും തൈകളാ ഇത് രണ്ടും. കൃഷി ഓഫീസിൽ നിന്നേ വാങ്ങിച്ച തെങ്ങും തൈകളാ. അവര് വന്ന ഇത് കണ്ടോ? നേരത്തെ കണ്ടായിരുന്നോ? ഇല്ല, അവര് കാണാൻ വരുന്നതേ ഉള്ളു.